ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന വണ്ടിയാണ് ടാറ്റയുടെ അൾട്രോസ് എന്ന് പറയുന്ന ഹാച്ച് ബാക്ക്. ഈവൻ ഹാച്ച് ബാക്ക് ആണെങ്കിലും ഒരു പൊളി സാധനം തന്നെയാണ്. 86 PS പവറും 113 Nm ടോർക്കുമാണ് വണ്ടിയുടെ ശക്തി. ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാണ് വരുന്നത്. ഫോഗ് ലാമ്പ് ഹെഡ് ലാമ്പിൻ്റെ ജസ്റ്റ് താഴെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വരുന്നത്. സൈഡ് മിററിൽ ഒരു ക്രോം പ്രൊഫൈൽ വരുന്നുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റർ ബോഡിയിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കീലെസ് എൻട്രിയാണ് വണ്ടി. ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ ഡോറിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. വണ്ടിയുടെ റിയർ സൈഡിലോട്ട് വരുമ്പോൾ സ്പോയിലർ സൈഡിൽ ഇതേപോലെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. റയർ സൈഡ് കൂടുതലും ഗ്ലോസ് ബ്ലാക്കിലാണ് വണ്ടി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സ്ഥിരം ടാറ്റയുടെ വണ്ടികൾ ഓപ്പൺ ചെയ്യുന്നതല്ല. ടാറ്റയുടെ ലോഗോയുടെ അടിയിൽ ചെറിയ ബട്ടണിൽ നിൽക്കുക. ബൂട്ട് ഒരു അത്യാവശ്യം ഈ സെഗ്മെൻറ്റിൽ വലിയൊരു ബൂട്ട് തന്നെയാണ്. ബട്ട് ലോഡിങ് ഒരു ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും ഇവിടെ. ഡോറുകളാണ് ഫുൾ 90 ഡിഗ്രി തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും ഈസിയായി കയറാനും ഇറങ്ങാനും സാധിക്കുന്നൊരു വണ്ടിയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വരുന്നത്. ലെതർ സീറ്റുകളല്ല, AC വെൻറ്റുകൾ ബാക്കിലുണ്ട്. 12 വോൾട്ട് ചാർജിങ് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ JBL ഹാർമൻ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വണ്ടി കീലെസ് എൻട്രി ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇതാണ് കീ. പിന്നെ ഇതിനൊരു സ്മാർട്ട് സെൻസർ വാച്ചും ഉണ്ട്. ഇതിൽ ഡിസ്പ്ലേ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വാച്ച് മാത്രം. ജസ്റ്റ് കയ്യിൽ കിടന്നാൽ വണ്ടി അൺലോക്ക് ചെയ്യാം, കീയുടെ ആവശ്യമില്ല. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ടഡ് ആണ് മ്യൂസിക് സിസ്റ്റം. പിന്നെ ഇൻറ്റീരിയറിൽ ഒരു ആംബിയൻ ലൈറ്റ് ഫിനിഷ് വരുന്നുണ്ട്. നൈറ്റ് ടൈമിൽ കിടിലനാണ്. Economy drive mode activated. City drive mode activated. സെൻറ്റർ ആംബ്രസ്റ്റ് തുറക്കാൻ ഒരിത്തിരി ടൈറ്റാണ്. പുത്തൻ വണ്ടി ആയതുകൊണ്ടായിരിക്കണം. കുറച്ച് തുറന്ന് വരുമ്പോൾ അങ്ങ് ശരിയാകുമായിരിക്കും. പിന്നെ ഗ്ലൗ ബോക്സ് നല്ല സ്പേഷ്യസ് ആണ്. 2 കപ്പ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ടേബിളിൻ്റെ സെറ്റപ്പ് അവിടെ ഉണ്ട്. വണ്ടിയുടെ ഡ്രൈവിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഐഡിയലി കിടക്കുമ്പോൾ എഞ്ചിൻ ഒരു ഇത്തിരി ഓഡിബിൾ ആയിട്ട് തോന്നി. ഇൻസുലേഷൻ അത്ര പ്രോപ്പർ അല്ലാന്ന്. ടാറ്റ ആൾട്രോസിൻ്റെ പെട്രോൾ എഞ്ചിനിൽ ടർബോ ഇല്ലാത്തത് കൊണ്ടും നാച്ചുറലി ആസ്പിറേറ്റഡ് ആയതുകൊണ്ടും നല്ല രീതിയിൽ ചവിട്ടി കയറ്റിയാലേ വണ്ടിക്ക് ഒരു പവറിൽ കയറിപ്പോകാൻ ഒത്തും. അത്ര ഡള്ളല്ല, എന്നാലും ഒരിത്തിരി സ്പീഡിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരിത്തിരി നല്ല രീതിയിൽ ആക്സിലറേറ്റർ ചവിട്ടി കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരുന്നുണ്ട്. വരും കാലങ്ങളിൽ പെട്രോൾ എഞ്ചിനും ടാറ്റ ടർബോ കൊണ്ടുവരുന്നുണ്ട്. $5.44 lakhs ടാറ്റ ആൾട്രോസിൻ്റെ എക്സ് ഷോറൂം റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വണ്ടി ഓൺ റോഡ് വന്നിരിക്കുന്നത് 8.62 lakhs ആണ്. വർത്ത് ഇറ്റ് ആണ്. ഫോർ മണി ഈ വണ്ടി 100% വർത്ത് ഇറ്റ് ആണ്.
ബിൽഡ് ക്വാളിറ്റി ആവട്ടെ, അകത്തെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആവട്ടെ, ഡ്രൈവ് ആകട്ടെ, ഈ ഒരു റേറ്റിൽ ബാക്കി വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇൻക്ലൂഡിങ് ഇത് ഈ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് സഹിതം നോക്കുകയാണെങ്കിൽ ടാറ്റ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ടാറ്റയുടെ പൂർവ്വകാലത്തിലെ ഒരു സിംഹമാണ് നമ്മുടെ മുന്നിൽ പോകുന്ന ടാറ്റ ഇൻഡിക്ക. ഇതേ സെഗ്മെൻറ്റിൽ ടാറ്റ പണ്ടിറക്കിയ വണ്ടിയാണ്. അന്ന് ഇഷ്ടം പോലെ സെയിലായൊരു വണ്ടിയാണ് ടാറ്റ ഇൻഡിക്ക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ടാറ്റ അൾട്രോസും. റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് റോഡിൽ ഇറങ്ങി നിന്ന ഒരു 3-4 അൾട്രോസെങ്കിലും കാണാതെ പോകാനൊക്കത്തില്ല. ഇപ്പം പഴയതുപോലല്ല, ജനങ്ങളെല്ലാം ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റി ഫീച്ചേഴ്സും നോക്കിയൊക്കെ വണ്ടി എടുക്കാൻ തുടങ്ങി. ടാറ്റ അൾട്രോസ് ഈ സെഗ്മെൻറ്റിലെ ഒരു സിംഹക്കുട്ടി തന്നെയാണ്. റിവേഴ്സ് ക്യാമറയിൽ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. സെഗ്മെൻറ്റിൽ എത്ര വണ്ടികൾക്ക് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയുള്ള റിവ്യൂ ക്യാമറ ഉണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, അല്ലെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. അതും എൻ്റെ പണിയാണെങ്കിൽ വളരെ കുറവാണ്. മുന്നോട്ട് കുതിക്കുമ്പോഴും പുറകിലോട്ടൊരു കണ്ണ് വേണം എന്ന് പറയുന്ന പോലെ, മുന്നോട്ട് കുതിക്കുമ്പോഴും റിവേഴ്സ് ക്യാമറ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഓടിക്കാം. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, കോൺസെൻട്രേഷൻ മാറിപ്പോകും ഡ്രൈവിങ്ങിൽ നിന്ന്. ഡു ചെക്ക് ടാറ്റ അൾട്രോസ്. പീസ് ഔട്ട്.